Hello, dear friends. I'm your English companion. Today, let's discuss some important questions and its answers from the poem Remember Me, written by Alice Walker. The first question is: in the first two stanzas, there is an allusion to Walker's experience as a child. What impression do you get about her childhood from these lines? ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകളിൽ നമുക്ക് വാക്കേഴ്സിന്റെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു റെഫറൻസ് ഉണ്ട് അല്ലേ. ഒരു കുട്ടിയായിരുന്നിരിക്കെ തന്റെ ജീവിതത്തെ കുറിക്കുന്ന ചില കാര്യങ്ങൾ ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകളിലുണ്ട്. ഏതൊക്കെയാണത്? വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ഹെർ ചൈൽഡ്ഹുഡ് ഫ്രം ദീസ് ലൈൻസ്? അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻസ്, ധാരണകൾ എന്തൊക്കെയാണ് എന്നാണ്. ആലിസ് വോക്കർ ഡിസ്ക്രൈബ്സ് ഹെർ ഓൺ ചൈൽഡ്ഹുഡ് ഹിയർ. നമ്മൾ പാഠം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. തൻ്റെ തന്നെയായിട്ടുള്ള കുട്ടിക്കാലത്തിന്റെ ചില കാര്യങ്ങൾ ഈ പോയത്തിന്റെ തുടക്കത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഷീ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഷീ ഹാഡ് സഫേർഡ് എ ലോട്ട് ഇൻ ഹെർ ലൈഫ് ആസ് എ ഡാർക്ക് ഗേൾ. അവർ ഒരു ഡാർക്ക് ഗേൾ എന്നുള്ള നിലയ്ക്ക്, കറുത്തവർഗക്കാരിയായ പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ. ഹെർ തിൻ ഷൂസ്, തുടക്കത്തിൽ ചില സിമ്പിൾസ് പറയുന്നുണ്ട്, തിൻ ഷൂസ് അല്ലെ, അങ്ങനെ ഉപയോഗിച്ച് തേഞ്ഞ ഷൂസുകളാണ്. ഷോസ് ഹൗ പുവർ ഷീ വാസ് ആൻഡ് ഇറ്റ് റിവീൽസ് ഹെർ ഹാർഡ്ഷിപ്സ് ആൻഡ് സഫറിങ്സ് ഷീ എക്സ്പീരിയൻസ്ഡ് ദെൻ. ആ തിൻ ഷൂ എന്ന് പറയുന്നത് അവർ എത്രത്തോളം പാവപ്പെട്ടവരാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ റിവീൽസ്, അത് തുറന്നു കാണിക്കുന്നുണ്ട് എന്ത്, ഹെർ ഹാർഡ്ഷിപ്സ്, അവരുടെ കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ സഫറിങ്സ്. രണ്ടും ഒന്ന് തന്നെയാണ്, ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞാലും സഫറിങ്സ് എന്ന് പറഞ്ഞാലും. അവരുടെ കഷ്ടപ്പാടുകൾ, അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതിന്റെ അടയാളമായിട്ടാണ് ഇവിടെ ആ തിൻ ഷൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷീ റിവീൽസ് ഹെർ ഫിസിക്കൽ ഡീമെറിറ്റ്സ് ത്രൂ ദ ലൈൻസ്. ഇവിടെ അവരുടെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. She lost one of her eyes in her childhood and she was unable to hear properly. അവർ തുടക്കത്തെ പറഞ്ഞിരുന്നു she was a girl with a wounded eye. അല്ലെ, കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, കാരണം അവരുടെ ഒരു കണ്ണ് കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ മെൽറ്റഡ് ഇയർ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം she was unable to hear properly. ശരിയായ രീതിയിൽ കേൾവി ശക്തി അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: how does Alice Walker describe her persona in the second stanza? രണ്ടാമത്തെ സ്റ്റാൻസയിൽ ആലിസ് വാക്കർ ഒരു സെൽഫ് ഇമേജ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? പേഴ്സോണ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പബ്ലിക് ഇമേജിനെയാണ് അല്ലെ, സോഷ്യൽ റോൾ ദാറ്റ് വൺ അഡോപ്റ്റ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഹൗ ഡസ് ആലിസ് വാക്കർ ഡിസ്ക്രൈബ് ഹെർ സെൽഫ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? ആലിസ് വാക്കർ അവരെ കുറിച്ച് തന്നെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചുരുക്കം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യത്തിന്റെ കൂടി ഉത്തരമാണിത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഇമേജ് ഓഫ് ദ പേഴ്സൺ ഇൻ ബോണ്ടേജ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ ബന്ധനം എന്നൊക്കെയാണ്. ഡിസ്ക്രൈബ് ദ ഇമേജ് ഓഫ് ദ പേഴ്സൺ ഇൻ ബോണ്ടേജ്, ബന്ധനത്തിലുള്ള ഒരാളുടെ ഇമേജ്, അതിനെക്കുറിച്ച് എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്? ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. ആൻസർ: ഹിയർ ദ റൈറ്റർ ഐഡന്റിഫൈസ് ഹെർസെൽഫ് വിത്ത് അതർ ഡാർക്ക് ഗേൾസ് ഓഫ് ഹെർ ഏജ് ഹു ആർ ട്രീറ്റഡ് ആസ് സ്ലേവ്സ്. ഇവിടെ ദ റൈറ്റർ ഐഡന്റിഫൈസ് ഹെർസെൽഫ്, എഴുത്തുകാരി താതാത്മ്യം പ്രാപിക്കുകയാണ്. ആരോട്? വിത്ത് അതർ ഡാർക്ക് ഗേൾസ് ഓഫ് ഹെർ ഏജ്, അവരുടെ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികളുമായി, അതായത് മറ്റുള്ളവരുമായി തന്നെ തട്ടിച്ചു നോക്കുകയാണ് അല്ലെ. അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവരെല്ലാം ദേ വർ ട്രീറ്റഡ് ആസ് സ്ലേവ്സ്. പലരും, ഈ കറുത്ത വർഗത്തിൽപ്പെട്ട പെൺകുട്ടികളെല്ലാം അടിമകളെ പോലെയായിരുന്നു അല്ലെ. ദേ വർ എൻസ്ലേവ്ഡ് ബൈ അതേഴ്സ്. ദേ ഡിഡ് ഓൾ ദ ഹൗസ് ഹോൾഡ് കോഴ്സ്. ഹൗസ് ഹോൾഡ് കോഴ്സ്, വീട്ടുജോലികളെയാണ് ഹൗസ് ഹോൾഡ് കോഴ്സ് എന്ന് പറയുന്നത്. അവർ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യും. ഏതുപോലത്തെ? ലൈക്ക് കുക്കിംഗ്, സ്വീപ്പിംഗ്, വാഷിംഗ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ ഓഫ് ദേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അവരുടെ കുട്ടികളെ നോക്കുക, മേൽ പറഞ്ഞ ഹൗസ് ഹോൾഡ് കോഴ്സ് എല്ലാം ചെയ്യുക. ദേ ആർ ലിവിങ് എ റോട്ടഡ് ലൈഫ്, ഒബേയിങ് വൈറ്റ്സ് ആൻഡ് ആക്സെപ്റ്റിംഗ് ദ ഡൊമിനൻസ് ഓഫ് മസ്കുലിൻ ജെൻഡർ. ദേ വർ ലിവിങ് എ റോട്ടഡ് ലൈഫ്, അവർ ജീവിക്കുന്നത് ഒരു വല്ലാത്ത ജീവിതമാണല്ലേ, ഒരു അളിഞ്ഞ ജീവിതം എന്ന് പറയാം. ഒബേയിങ് വൈറ്റ്സ്, വെള്ളക്കാരെ അനുസരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ആക്സെപ്റ്റിംഗ് ദ ഡൊമിനൻസ് ഓഫ്, ഡൊമിനൻസ് ഉദ്ദേശിക്കുന്നത് ആ മേൽക്കോയ്മയാണ്. മസ്കുലിൻ ജെൻഡർ ഉദ്ദേശിക്കുന്നത് ആൺവർഗം അല്ലെ, മെൻ എന്നുള്ള അർത്ഥത്തിലാണ്. ആണുങ്ങളുടെ ആ മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ട്, വെള്ളക്കാരുടെ എല്ലാം ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഒരടിമകളെ പോലെ അങ്ങനെ മോശമായ ജീവിതം നയിക്കുകയാണ്. ദ സെയിം സഫറിങ്സ്, റോട്ടിങ്, വൂണ്ടഡ് അല്ലെ, നേരത്തെ പറഞ്ഞ അതേ ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ അതേ സഫറിങ്സ് തന്നെയാണ് ഇവിടെ. അവരങ്ങനെ റോട്ടിംഗ് ആണിപ്പോൾ, വൂണ്ടഡ് ആണ് അല്ലെ, മുറിവ് പറ്റിയവരാണ്. ദീസ് ലൈൻസ് ത്രോസ് ലൈറ്റ് ടു ജെൻഡർ ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇങ്ങനെ റോട്ടിംഗ്, വൂണ്ടഡ് എന്നൊക്കെ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഒരു വേദനയാണ്. തൻ്റെ ശൈശവം അല്ലെങ്കിൽ ബാല്യകാലം ഒരിക്കലും ഓർക്കാൻ അത്ര മധുരതരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. അവർ പറയുന്നുണ്ട് അവിടെ അവർ അനുഭവിച്ചത് ജെൻഡർ ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. ലിംഗ വർഗ വിവേചനങ്ങളെല്ലാം അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
In the end of the second stanza, രണ്ടാമത്തെ സ്റ്റാൻസയുടെ അവസാനം, ഹൗ ഡസ് വാക്കർ എംഫസൈസ് ഹെർ പ്ലൈറ്റ് ഇൻ ലൈഫ്? എങ്ങനെയാണ് വാക്കർ തൻ്റെ കഷ്ടതകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എംഫസൈസ് ചെയ്യാന്ന് ഊന്നി പറയുക എന്നാണ്. വാട്ട് ഡസ് ഇറ്റ് സജസ്റ്റ്? അതെന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ, ദ പോയിറ്റ് എംഫസൈസസ് ദാറ്റ്. പോയിറ്റ് ഊന്നി പറയുന്നത് ഷീ ഈസ് എ ഗേൾ ഹു ഈസ് ഡാർക്ക്, റോട്ടിംഗ് ആൻഡ് വൂണ്ടഡ്. രണ്ടാമത്തെ സ്റ്റാൻസയുടെ അവസാനം തൻ്റെ കഷ്ടതയെക്കുറിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. ഷീ വാസ് ലീഡിങ് എ റോട്ടഡ് ലൈഫ് ആൻഡ് ഓൾസോ ഷീ ഫീൽസ് ഹെർസെൽഫ് വൂണ്ടഡ്. മുറിവ് പറ്റിയ മോശമായ അവസ്ഥയിലുള്ള ജീവിതം നയിക്കുന്ന ഒരു ഡാർക്ക് ഗേൾ ആയിട്ടാണ് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് സ്റ്റാൻസ സ്ട്രെസ്സസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വൂണ്ട്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അവസാനമായപ്പോഴത്തേക്ക് അതിൻ്റെ ആ തീക്ഷ്ണത, ഇൻറ്റൻസിറ്റി, അവരുടെ ആ മുറിവിൻ്റെ തീക്ഷ്ണതയെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബൈ റിപ്പീറ്റിംഗ് ദ വേർഡ് വൂണ്ടഡ്. വൂണ്ടഡ് 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു തീക്ഷ്ണതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹൗ പ്രിസൈസ്ലി ഷീ പോർട്രേസ് എ മാർജിനലൈസ്ഡ് ഡാർക്ക് ഗേൾ who is enslaved by a male-centered, white-dominated society. How precisely means accurately, കൃത്യമായിട്ട്. എത്ര കൃത്യമായിട്ടാണ് ഷീ പോർട്രേസ്, അവർ വരച്ചിരിക്കുന്നത്. പോർട്രേ ചെയ്യാൻ വരച്ച് കാണിക്കുക എന്നൊക്കെയാണ്. എ മാർജിനലൈസ്ഡ് ഡാർക്ക് ഗേൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഡാർക്ക് ഗേൾ, ഹു ഈസ് എൻസ്ലേവ്ഡ് ബൈ മെയിൽ-സെന്റേഡ് വൈറ്റ്-ഡൊമിനേറ്റഡ് സൊസൈറ്റി. അവള് ഒരു സ്ലേവിനെ പോലെയാണ്, അടിമയാക്കപ്പെട്ടിരിക്കുകയാണ്. എൻസ്ലേവ്ഡ് എന്ന് പറഞ്ഞാൽ അടിമയാക്കപ്പെടുക എന്നാണ് അർത്ഥം. ആ ഡാർക്ക് ഗേള് സ്ലേവ് ആണ്. ആരാലാണ് സ്ലേവ് ആക്കപ്പെട്ടിരിക്കുന്നത്? ബൈ എ മെയിൽ സെന്റേഡ്, ആണുങ്ങൾ നിയന്ത്രിക്കുന്ന വൈറ്റ് ഡൊമിനേറ്റഡ്. എല്ലാ കാര്യത്തിലും മേൽക്കൈ ഉള്ളത് വൈറ്റ്സിനാണ്. അതുകൊണ്ടാണ് വൈറ്റ് ഡൊമിനേറ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും വൈറ്റ് ഡൊമിനേഷനുള്ള ആ സൊസൈറ്റിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഇരുണ്ട പെൺകുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇതിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അടുത്ത ചോദ്യം, tone is the state of mind, temper or mood expressed in the speech or writing. How does the tone shift after the first 2 stanzas? ഇപ്പോൾ നമുക്ക് കാണാം ടോൺ എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താണെങ്കിലും നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ടോണ് പലപ്പോഴും മാറാറുണ്ട് അല്ലേ. ദേഷ്യം വരുമ്പോൾ ഒരു ടോണ്, സങ്കടം വരുമ്പോൾ മറ്റൊരു ടോണ്. ഇതുപോലെ മനുഷ്യൻ്റെ മനോഭാവത്തിലുള്ള മാറ്റത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോൺ എന്ന് പറയുന്നത്, സ്പീച്ചിലായാലും റൈറ്റിങ്ങിലായാലും. ഇപ്പോൾ നമ്മുടെ ഈ പോയത്തിൽ the tone shifts drastically after first 2 stanzas. ആദ്യത്തെ 2 സ്റ്റാൻസ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോയത്തിന്റെ ടോൺ തന്നെ മാറുന്നുണ്ട്. എങ്ങനെയാണത്? വല്ലാത്ത രീതിയിൽ, ഡ്രാസ്റ്റിക്കലി, വളരെ വലിയ രീതിയിൽ എങ്ങനെയാണത് മാറിയിട്ടുള്ളത് എന്നാണ്. ഇൻ ദ ഫസ്റ്റ് 2 സ്റ്റാൻസസ്, ആദ്യത്തെ 2 സ്റ്റാൻസകളിൽ, എ റീഡർ സീ ദ പെയിൻഫുൾ ഹോപ്പ്ലെസ് ലൈഫ് ഓഫ് എ ഡാർക്ക് സ്കിൻ ഗേൾ ഹു ലീവ്സ് ആസ് എ സ്ലേവ്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റാൻസയിലും നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നത് പ്രതീക്ഷയില്ലാത്ത ജീവിതം നയിക്കുന്ന കറുത്തവർഗക്കാരിയായ പെൺകുട്ടിയുടെ വേദനാജനകമായ അടിമയെ പോലെയുള്ള ജീവിതത്തെക്കുറിച്ചാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ദെൻ ദർ ഹാപ്പൻസ് എ ഷിഫ്റ്റ് ഇൻ ദ ടോൺ. ആദ്യത്തെ ടോൺ പെയിൻഫുൾ ആയിരുന്നെങ്കിൽ പിന്നീട് എന്തായിട്ട് മാറുന്നു? ആ 2 സ്റ്റാൻസ് കഴിയുന്ന സമയത്ത് ദ റേസ് ഓഫ് ഹോപ്പ് ബ്രിങ്സ് എ പോസിറ്റീവ് ടോൺ. പ്രതീക്ഷയുടെ രശ്മികൾ അല്ലെ, പ്രതീക്ഷാ കിരണങ്ങൾ, അത് ഒരു പോസിറ്റീവ് ടോൺ ആണ് നമ്മുടെ ഈ പദ്യത്തിന് കൊടുക്കുന്നത്. പിന്നീട് വായിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു എനർജിയാണ് അല്ലെ. ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ഇവോൾവ്ഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ വുമൺ സീസ് ഹെർ ഡാർക്ക് സ്കിൻ ബ്ലെസ്ഡ്. ആ ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും, ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ ഭാവിയിൽ നല്ലത് മാത്രം സംഭവിക്കുമെന്നുള്ള ഒരു തോന്നലിനെയാണ് ശുഭാപ്തി വിശ്വാസം. ഇവോൾവ്ഡ് ഇൻ ദ ഹാർട്ട് ഓഫ് വുമൺ, ആ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ ഉദിച്ചു വന്ന പ്രതീക്ഷയും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും, അത് ആ സ്ത്രീയുടെ ഇരുണ്ട നിറത്തെ ബ്ലെസ്ഡ് ആയി കാണാൻ പ്രേരിപ്പിച്ചു അവരെ, അനുഗ്രഹീതമായിട്ട് അല്ലെ. ആദ്യം അവരുടെ ഇരുണ്ട നിറത്തെ അവർ ശപിക്കുന്ന സമയത്ത് പിന്നീട് അതൊരു പോസിറ്റീവായി കാണാൻ വേണ്ടി അവർ പഠിക്കുകയാണ്. Now she is repaired, healed and capable of listening to the problems of her kind. ഇപ്പോൾ എങ്ങനെയാണ്? She is repaired. ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുണ്ട്, സ്വയം റിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹീൽഡ്, മുറിവെല്ലാം ഉണക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് കേപ്പബിൾ ഓഫ്, ഇപ്പോൾ അവർക്ക് കഴിവുണ്ട് എന്തിന്? ഓഫ് ലിസണിങ് ടു ദ പ്രോബ്ലം ഓഫ് എ കൈൻഡ്, അവളുടേതുപോലെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു കരുത്ത് അവൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആ ടോണ് മാറിയിട്ട് ഒരു പോസിറ്റീവ് ടോണായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ചുരുക്കം. 6th question. The repeated stanzas become the central focus of the poem. I would give to the human race only hope. What does it assert? I would give to the human race only hope എന്നുള്ള ആ ഒരു സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് അത് ഈ പോയത്തിന്റെ ഒരു സെൻട്രൽ ഫോക്കസ്, ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറുന്നുണ്ട്. വാട്ട് ഡസ് ഇറ്റ് അസേർട്ട് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് കവി ഊന്നി പറയുന്നത്? ആൻസർ, ദ റിപ്പീറ്റഡ് സ്റ്റാൻസ സജസ്റ്റ് ദാറ്റ്, ആവർത്തിച്ചു വരുന്ന
സ്റ്റാൻസകൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സ്പീക്കർ ഈസ് കോൺഫിഡൻറ്റ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ഇനഫ് ടു ഗിവ് ഹോപ്പ് ഫോർ ദ ഡൗൺ ട്രോഡൻ ഒപ്രസ്ഡ് ക്ലാസ് ഓഫ് ഹെ കൈൻഡ്. അങ്ങനെ ഊന്നി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പീക്കർ, അതായത് റൈറ്റർ തന്നെയാണ് സ്പീക്കർ എന്ന് പറയുന്നത്, ഈസ് കോൺഫിഡൻറ്റ്, അവർക്കിപ്പോൾ ആത്മവിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവുമുണ്ട്. എന്തിനു വേണ്ടി? ഇനഫ് ടു ഗിവ് ഹോപ്പ് ഫോർ ദ ഡൗൺ ട്രോഡൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രതീക്ഷ നൽകാനുള്ള ആ ഒരു കോൺഫിഡൻസ്. ഒപ്രസ്ഡ് എന്ന് പറഞ്ഞാലും ഡൗൺ ട്രോഡൻ എന്ന് പറഞ്ഞാലും അടിച്ചമർത്തപ്പെട്ടവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ പോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകാനുള്ള ഒരു കോൺഫിഡൻസും ശുഭാപ്തി വിശ്വാസവും ഇപ്പോൾ അവർ നേടിയിട്ടുണ്ട്. ആഫ്റ്റർ ഹാവിങ് ഹീൽഡ്, ഇതുവരെ മുറിവേറ്റവരായിരുന്നു അവർ, പക്ഷെ ആ മുറിവെല്ലാം ഉണങ്ങിയതിനു ശേഷം ഷീ എൻകറേജസ് അതേഴ്സ് ടു ബി ഹീൽഡ്, മറ്റുള്ളവരോടും ആഹ്വാനം ചെയ്യുകയാണ് സ്വന്തം മുറിവ് ഉണക്കാൻ വേണ്ടി. ആൻഡ് ടു സ്റ്റാൻഡ് ഫോർ ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാൻ വേണ്ടി. നൗ ഷീ ഈസ് ഏബിൾ ടു സ്പീക്ക് ആൻഡ് ആക്ട് ഫോർ ദെയർ ഇമാൻസിപ്പേഷൻ, അവരുടെ വിമോചനത്തിന് വേണ്ടി. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ വിമോചനം എന്നൊക്കെയാണ്. അപ്പോൾ അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഷീ ക്യാൻ സ്പീക്ക്, അവർക്ക് സംസാരിക്കാൻ കഴിയും ഇപ്പോൾ, അതുപോലെ തന്നെ പ്രവർത്തിക്കാനും ആക്ട് ചെയ്യാനും പറ്റും. ഷീ ഹോപ്സ് ഫോർ ജസ്റ്റിസ് ടു ഓൾ, അവർ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കുമുള്ള നീതിയാണ്, തുല്യനീതി. ഇപ്പോൾ ഐ വുഡ് ഗീവ് ടു ദ ഹ്യൂമൻ റേസ് ഓൺലി ഹോപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്, എല്ലാവർക്കും തുല്യനീതി അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ വാക്ക് ഇങ്ങനെ ഊന്നി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്പ് ദ വുമൻ ടു റീക്രിയേറ്റ് ഹെർ സെൽഫ് ഇമേജ് മേക്കിംഗ് ഇറ്റ് പോസിറ്റീവ്? എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള ഹോപ്പ്, പ്രതീക്ഷ, സ്ത്രീകളെ സഹായിക്കുന്നത് എന്നാണ്. എന്തിനു വേണ്ടി? ടു റീക്രിയേറ്റ് ഹെർ സെൽഫ് ഇമേജ്, സ്വന്തം പ്രതിച്ഛായയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷ അവരെ സഹായിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ, പ്രതീക്ഷ എങ്ങനെയാണ് സ്ത്രീകളുടെ പ്രതിച്ഛായയെ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്ന്. സെൽഫ് ഇമേജ് ഈസ് അവർ കോൺസെപ്റ്റ് ഓഫ് അവർ സെൽഫ്. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ധാരണയെയാണ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. ഹോപ്പ് ഈസ് ദ ഓൺലി ഇൻസ്പിറേഷൻ ടു കീപ്പ് ഓൺ ആൻ എനർജറ്റിക് ലൈഫ്. കീപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. നമ്മുടെ ജീവിതം എനർജറ്റിക് ആയിട്ട് തുടരണമെങ്കിൽ നമുക്ക് പ്രതീക്ഷ ആവശ്യമാണ്. പ്രതീക്ഷ നമുക്കൊരു ഇൻസ്പിറേഷനാണ് അല്ലേ. നാളെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിന്ന് എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഹോപ്പ് ഈസ് പോസിറ്റീവ്ലി കണക്റ്റഡ് വിത്ത് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇറ്റ് റിലീവ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് നെഗറ്റീവ് ആൻഡ് സ്ട്രെസ്ഫുൾ ലൈഫ് ഈവൻറ്റ്സ്. പ്രതീക്ഷ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. എന്തിനോട് കണക്റ്റഡ്? വിത്ത് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിന്റെ സംതൃപ്തിയോട് കണക്റ്റഡ് ആണ്. ആൻഡ് ഇറ്റ് റിലീവ്സ്, പ്രതീക്ഷ നമുക്ക് ആശ്വാസം നൽകുന്നു. എന്തിൽ നിന്നുള്ള ആശ്വാസമാണ്? ഇറ്റ് റിലീവ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് നെഗറ്റീവ് ആൻഡ് സ്ട്രെസ്ഫുൾ ലൈഫ് ഈവൻറ്റ്സ്. നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ജീവിതത്തിന്റെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് ഹോപ്പ് മാത്രമാണ് അല്ലെ. നാളത്തെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ ഇന്നത്തെ വിഷമങ്ങൾക്കൊക്കെ അതിന്റെ തീവ്രത കുറയ്ക്കാനിടയാവും. ഹോപ്പ് ഫോർ ജസ്റ്റിസ് വിൽ ഹെൽപ്പ് വുമൻ ടു റീക്രിയേറ്റ് ഹെർ സെൽഫ് ഇമേജ്. നീതിയുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നീതിക്കായുള്ള പ്രതീക്ഷ, ഇറ്റ് വിൽ ഹെൽപ്പ് വുമൻ, അത് സ്ത്രീയെ സഹായിക്കും. എന്തിന്? ടു റീക്രിയേറ്റ് ഹെർ സെൽഫ് ഇമേജ്, സ്വന്തം പ്രതിച്ഛായയെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി, പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നത് എന്താണ്? ഹോപ്പ് ഫോർ ജസ്റ്റിസ്, നാളെ നീതി പുലരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഓഫ് ലൈഫ് ദാറ്റ് വാക്കർ ഗീവ്സ് ഇൻ ദ പോയം? ജീവിതത്തെക്കുറിച്ചുള്ള രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ ആലിസ് വാക്കർ തന്റെ പോയത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ എന്നുള്ളതാണ്. ഡിസ്റ്റിങ് മീൻസ് വ്യത്യസ്തമായിട്ടുള്ളത്, ഡിഫറെന്റ്, ക്ലിയർ എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട് കേട്ടോ. പോയത്തിലുള്ള രണ്ട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിൽ കാണുന്ന ചിത്രമാണ്. അതായത് ഇൻ ദ ഓപ്പണിംഗ് സ്റ്റാൻസാസ് വി സീ ദ പ്ലൈറ്റ്. പ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രഗിൾസ്, സഫറിങ്സ്, കഷ്ടപ്പാടുകൾ. ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇരുണ്ട നിറത്തിലുള്ള പെൺകുട്ടിയുടെ ദുരിതങ്ങളാണ്. ഹു ഈസ് കണ്ടം ടു പെർഫോം ദ ഡ്യൂട്ടീസ് ആസ് റോട്ടിംഗ് ഹൗസ് വൈഫ്. മുഷിഞ്ഞ ഹൗസ് വൈഫ്സിന്റെ മാത്രം ഡ്യൂട്ടീസ് നിർവഹിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട. കണ്ടം ടു എന്നുള്ളതിന്റെ അർത്ഥം ശിക്ഷിക്കാൻ വിധിക്കപ്പെടുക എന്നൊക്കെയാണ്. അപ്പൊ ഇവിടെ ഹൗസ് വൈഫ്സിന്റെ മാത്രം ജോലി ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ട ആ പെൺകുട്ടികളുടെ, ഡാർക്ക് വിമന്റെ, ഡാർക്ക് ഗേൾസിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് ആദ്യത്തെ രണ്ട് വരിയിൽ കാണുന്നത്. ദെൻ വാക്കർ ബ്രിങ്സ് എ ഷിഫ്റ്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. പിന്നെ മനോഭാവത്തിൽ ആലിസ് വാക്കർ ഒരു മാറ്റം കൊണ്ടുവരികയാണ്, ഒരു ഷിഫ്റ്റ് കൊണ്ടുവരികയാണ്. ആസ് എ പ്രൗഡ് ഡാർക്ക് വുമൺ, ഇപ്പൊ ഗേളിൽ നിന്ന് പിന്നീട് വുമണിലേക്കുള്ള ഒരു ഷിഫ്റ്റ് അല്ലെ, അത് നമുക്ക് കാണാൻ പറ്റും. ആസ് എ പ്രൗഡ് ഡാർക്ക് വുമൺ, അഭിമാനമുള്ള കറുത്തവർഗക്കാരിയായ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഷീ നോ ലോങ്ങർ വാണ്ട്സ് ടു ലീവ് ലൈക്ക് എ സ്ലേവ്. അവർക്കൊരു അടിമയെ പോലെയുള്ള ജീവിതം ഇനി സാധ്യമല്ല, അതിനാഗ്രഹമില്ല.
എവറിഥിങ് ഈസ് സെറ്റ് ഫോർ എ സീ ചേഞ്ച്. സീ ചേഞ്ച് പറഞ്ഞാൽ വലിയൊരു മാറ്റം. ആ ഒരു വലിയ മാറ്റത്തിനുള്ള അരങ്ങ് ഒരുങ്ങിയിരിക്കുന്നു. ഷീ ആസ് എ ബ്ലെസ്ഡ് വൺ വിത്ത് ഡാർക്ക് സ്കിൻ ക്യാൻ ഓഫർ ഹോപ്പ് ആൻഡ് ജസ്റ്റിസ് ടു ദ ഹ്യൂമൻ റേസ്. അവരിപ്പോൾ പറയുന്നത് തൻ്റെ ഇരുണ്ട നിറം ഒരു അനുഗ്രഹമാണെന്നാണ്, അത് അനുഗ്രഹമായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ അവർക്കത് ചെയ്യാൻ കഴിയാവുന്ന രണ്ട് കാര്യമുണ്ട് മനുഷ്യവംശത്തിന് വേണ്ടി. അത് പ്രതീക്ഷയും നീതിയും നൽകുക എന്നുള്ളതാണ്. നൗ ഷീ ഈസ് റിപ്പയർഡ്. ആ ഷിഫ്റ്റിന് ശേഷം അവർക്ക് സ്വയം തോന്നുകയാണ് അവരുടെ കുറവുകളെല്ലാം റിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ മുറിവുകളെല്ലാം ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് കേപ്പബിൾ ഓഫ് ലിസണിങ് ടു ദ പ്രോബ്ലംസ് ഓഫ് എ കൈൻഡ്. അവരുടേതുപോലെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാനുള്ള തൻ്റെ ഇടം ഇപ്പോൾ കൈവന്നിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി women now have a choice about their familial duties with the introduction of women's rights in the workplace and birth control. അങ്ങനെ പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ജോലി സ്ഥലത്ത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു മാർഗവും അതുപോലെ തന്നെ ബർത്ത് കൺട്രോളിനുള്ള ജനന നിയന്ത്രണത്തിനുള്ള കാര്യങ്ങളുമെല്ലാം സ്ത്രീകൾക്കുള്ള ചോയ്സ് ആയിട്ട് ഒരു സ്വാതന്ത്ര്യമായിട്ട് മാറിയിരിക്കുന്നു. അതായത് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരവകാശം അവർക്ക് വീണ് കിട്ടിയിരിക്കുന്നു എന്ന്. അങ്ങനെ ആദ്യത്തെ സ്റ്റാൻസ വേദനയുടെയും രണ്ടാമത്തെ സ്റ്റാൻസ ഹോപ്പിന്റെ അതായത് പ്രത്യാശയുടെയും ചിത്രങ്ങളാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകളിൽ ഈ കറുത്തവർഗക്കാരായ സ്ത്രീകളുടെ പെയിൻഫുൾ ലൈഫിനെ കുറിച്ചും പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റാൻസുകളിൽ നമുക്ക് കാണാൻ പറ്റാവുന്നത് അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രത്യാശയുടെയും ചിത്രങ്ങളാണ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് വാക്കർ വാണ്ട് ടു ഡെപിക്ട് ആസ് ഷീ ടെൽസ് ദാറ്റ് ഐ ആം എ വുമൺ offering two flowers whose roots are twin. ഞാൻ ഇരട്ട വേരുകളുള്ള രണ്ട് പുഷ്പങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വാട്ട് ഡസ് വാക്കർ വാണ്ട് ടു ഡെപിക്ട് ആസ് ഷീ ടെൽസ് ദാറ്റ്. അങ്ങനെ പറയുന്നതിലൂടെ എന്താണ് വാക്കർ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ബിക്കം ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സർവൈവൽ ഓഫ് സൊസൈറ്റി ദാറ്റ് കണ്ടിന്യൂസ്ലി സ്ട്രഗിൾസ് വിത്ത് ദ ഈവിൾസ്. നീതിയും അതുപോലെ തന്നെ പ്രതീക്ഷയും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്? ഇൻ ദ സർവൈവൽ ഓഫ് സൊസൈറ്റി. സൊസൈറ്റി അങ്ങനെ നിലനിന്ന് പോകാൻ വേണ്ടി ദാറ്റ് കണ്ടിന്യൂസ്ലി സ്ട്രഗിൾസ് വിത്ത് ദ ഈവിൾസ്. സോഷ്യൽ ഈവിൾസിനെതിരെ കണ്ടിന്യൂസ് ആയിട്ട് സമരം ചെയ്ത് ഒരു സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി, സൊസൈറ്റിയിലെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തമാക്കുന്നതിന് രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജസ്റ്റിസും ഹോപ്പും. ഷീ ഓഫേഴ്സ് ടു ഫ്ലവേഴ്സ് ടു ദ സൊസൈറ്റി. നമ്മുടെ നരേറ്റർ രണ്ട് പൂക്കളാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്, ജസ്റ്റിസും ഹോപ്പും. ദീസ് ഫ്ലവേഴ്സ് ആർ ട്വിൻ. ഇത് ഇരട്ട പൂക്കളാണെന്നാണ് പറയുന്നത്. ട്വിൻ എന്ന് വെച്ചാൽ കണക്റ്റഡ് ടു ഈച്ച് അതർ. രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കാൻ പ്രയാസമാണ് അല്ലെ. ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ആർ ഇന്റർ കണക്റ്റഡ്. ദാറ്റ് ഈസ് there cannot be justice without hope and there cannot be hope without justice. പ്രതീക്ഷയില്ലാതെ നീതി ഉണ്ടാവില്ല, അതുപോലെ തന്നെ നീതിയില്ലെങ്കിൽ പ്രതീക്ഷയും ഉണ്ടാകില്ല എന്ന്. ഷീ വാണ്ട്സ് ടു സീ ദ വുമൺ ഹോപ്പ്ഫുൾ. നമ്മുടെ കവിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രതീക്ഷാ നിർഭരമായ ജീവിതമാണ്. ദസ് ദേ വുഡ് ബി ഏബിൾ ടു ലീവ് എ ഫുൾ ലൈഫ്. അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ പറ്റും. ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. തങ്ങൾക്ക് നേരെയുള്ള വേർതിരിവുകൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അവർക്കങ്ങനെ തങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ അവർക്ക് സാധിക്കും അഭിമാനത്തോടു കൂടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ലെറ്റസ് ബിഗിൻ. ലെറ്റ്സ് ബിഗിൻ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ പോയം അവസാനിക്കുന്നത്. അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാക്കർ ടെൽസ് ഹെയർ ഓഡിയൻസ്. വാക്കർ തന്റെ കേൾവിക്കാരോട് പറയുന്നത് ഇതാണ്: ലെറ്റ്സ് ബിഗിൻ ദ സ്ട്രഗിൾ ടു എസ്റ്റാബ്ലിഷ് ദോസ് ട്വിൻ ഫ്ലവേഴ്സ്, ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്. അപ്പോൾ അവരുടെ സമരം തുടങ്ങാൻ വേണ്ടി, എന്തിനു വേണ്ടി? ടു എസ്റ്റാബ്ലിഷ് ദോസ് ട്വിൻ ഫ്ലവേഴ്സ്, ആ ഇരട്ട പുഷ്പങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി. ഇരട്ട പുഷ്പങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്, നീതിയും അതുപോലെ തന്നെ പ്രതീക്ഷയും സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഫൈറ്റിനിറങ്ങാൻ വേണ്ടിയാണ് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ വാക്കർ. ഷീ വാണ്ട്സ് ടു സീ ദ വുമൺ ഹോപ്പ്ഫുൾ. അവരുടെ ആഗ്രഹം സ്ത്രീകൾ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നത് കാണാനാണ്. ദസ് ദേ വുഡ് ബി ഏബിൾ ടു ലീവ് എ ഫുൾ ലൈഫ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിക്കും അനീതികൾക്കെതിരെ പോരാടിക്കൊണ്ട്, അല്ലേ? നിങ്ങൾക്ക് ഈ കവിതയെക്കുറിച്ചും ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.